السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين. നമ്മൾ നാമകങ്ങളൊന്നും ഇല്ലാതെ തന്നെ നേരെ വിഷയത്തിലേക്ക് കടന്നുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ഏരിയ അബ്ബാസി ലിറ്ററേച്ചറാണ്. വ്യത്യസ്ത മത്സര പരീക്ഷകളെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അതായത് കേട്ടറ്റ് മുതൽ PSC നെറ്റ് തുടങ്ങിയിട്ടുള്ള വിവിധ മത്സര പരീക്ഷകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും PYQ ഡിസ്കഷൻ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു ഏരിയ അബ്ബാസി ലിറ്ററേച്ചറിൽ നിന്ന് ഒരു ഏരിയ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് ചുരുങ്ങിയ സമയത്തുള്ളിൽ നടക്കില്ല. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ക്വസ്റ്റ്യൻസിന്റെ നേച്ചർ, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രീ കോച്ചിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇതിന്റെ ഒരു ഓറിയന്റേഷൻ എന്നുള്ളതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അബ്ബാസി ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രീ കോച്ചിങ്ങിൽ തന്നെ വ്യത്യസ്ത ഏരിയകൾ ഇതുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. വളരെ വൈഡായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ് അബ്ബാസി ലിറ്ററേച്ചർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറബി ഭാഷയുടെ തന്നെ ഒരു പൂർണ്ണാവസ്ഥയിലേക്ക് അത് എത്തുന്നത്. അറബി ഭാഷ എന്നുള്ളതല്ല, ഇസ്ലാമിക ജ്ഞാനമീമാംസകളുടെ ഒക്കെ ഒരു ഡെവലപ്മെന്റും അതിൻ്റെ ഒരു പൂർണ്ണതയൊക്കെയും ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ കാലയളവാണ് അബ്ബാസി എന്ന് പറയുന്നത്, അബ്ബാസി അറ എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത വിജ്ഞാനീയങ്ങൾ, ഫൽസഫ, ഫിഖ്ഹ്, തിയോളജി, നഹ്വ്, മൊത്തത്തിൽ ഇൽമുൽ ലുഗ്ഹ്, അതാണ് അബ്ബാസി എറ എന്ന് പറയുന്നത്. വ്യത്യസ്തമായ വിജ്ഞാനീയങ്ങളുടെ ഒരു ഡെവലപ്മെന്റും അതിൻ്റെയൊക്കെ തേസീസും ഒക്കെ ഉണ്ടാകുന്നത് ഈ ഒരു പ്രത്യേകമായ കാലഘട്ടത്തിലാണ്. അപ്പൊ കഴിഞ്ഞ ഫ്രീ കോച്ചിങ്ങിന്റെ സെഷനുകളിൽ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഷിഅർ, ഫൽസഫ തുടങ്ങിയിട്ടുള്ള ഏരിയകളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, നസർ തുടങ്ങിയിട്ടുള്ള ഏരിയകളൊക്കെ. അപ്പൊ അത് ഇപ്പൊ ഷിയർ കഴിഞ്ഞ ഫ്രീ കോച്ചിങ് സെഷൻ ഷിയറിനെ കുറിച്ചായിരുന്നു. ഷിയർ അബ്ബാസി ലിറ്ററേച്ചറിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒരുപാട് പ്രഗത്ഭരായ കവികൾ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാടധികം ചോദ്യങ്ങൾ നമ്മുടെ മത്സര പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഷിയർ. അപ്പൊ ആ ഏരിയ വളരെ പ്രധാനമാണെന്നർത്ഥം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഏരിയ റസായിലു വൽ ഖിസസ് ഫിൽ അസ്റിൽ അബ്ബാസി. ഇതും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയയാണ്. നമുക്ക് പിന്നെ ആരൊക്കെയാണ് ഇതിൽ നമുക്ക് നോക്കാനുള്ളത്? ഇപ്പൊ റസായിലു ഖിസസ് എന്ന് പറയുമ്പോൾ വളരെ വൈഡാണ്. അത് മൊത്തം വായിച്ചുണ്ടാക്കാനോ മറ്റൊന്നും നമുക്ക് എന്തായാലും കഴിയില്ല. അങ്ങനെ സിലബസിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നവരുണ്ടാകും, പക്ഷെ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് അങ്ങനെ എല്ലാ റസായിലും ഖിസസും ഒക്കെ വായിക്കുക എന്നുള്ളത് അത് അപ്രായോഗികമാണ്. അപ്പൊ ഇതിൽ ആരൊക്കെ കുറിച്ച് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെ നോക്കുന്നത്. അപ്പോ നമ്മൾ അതിനു മുമ്പായിക്കൊണ്ട് അബ്ബാസി കാലഘട്ടത്തിലെ എഴുത്തുകാരുടെ ഒരു തബക്ക പറയുന്നുണ്ട്. ഈ തബക്കയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മുമ്പ് വന്നിട്ടുണ്ട്. വയുഖസ്സിമു മുഅർരിഖു അൽ അദബി അൽ കുത്താബ ഫിൽ അസ്റിൽ അബ്ബാസി ഇല അർബഇ തബഖാത്തി. ചരിത്രകാരന്മാർ 4 തബക്കകളായിട്ട്, ഈ സ്റ്റേജുകളായിട്ടാണ് അബ്ബാസി കാലഘട്ടത്തിലെ എഴുത്തുകാരെ തരംതിരിക്കുന്നത്. ഇക്കുല്ലി തബഖത്തിൻ റിജാലുഹ വ മീസാത്തുഹ അൽ ഫന്നിയ. ഓരോ ഘട്ടങ്ങളിലും അതിൻ്റെ എഴുത്തുകാരും അവർക്കൊരു ഇമാമും അതിൽ അവരുടെ കലാപരമായിരിക്കുന്ന മീസത്തുകളും ഒക്കെയും ഉണ്ടാകും. അതിൽ ഒന്നാം തബക്ക എന്ന് പറയുന്നത് ഇബ്നു മുഖഫഇന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു തബക്കയാണ്. രണ്ടാമത്തെ തബക്ക എന്ന് പറയുന്നത് ജാഹിദിന്റെ നേതൃത്വത്തിലുള്ള ഒരു തബക്ക. മൂന്നാമത്തത് ഇബ്നുൽ അമീദിന്റെ നേതൃത്വത്തിലുള്ള തബക്ക. നാലാമത്തത് ഖാദിൽ ഫാദിലിന്റെ നേതൃത്വത്തിലുള്ള തബക്ക. ഇവർ ഓരോരുത്തരുടെയും എഴുത്തിൽ വളരെ പ്രകടമായ മാറ്റങ്ങൾ, ചില പ്രത്യേകതകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ
ഇബ്നു മുഖഫൈന്റെ ഹെയ്ത്ത് രീതിയല്ല ജാഹിൽ പിന്തുടരുന്നത്. എന്നാൽ ഇബ്നുൽ അമീദ് കുറച്ചൊക്കെ ജാഹിലുമായി താരതമ്യപ്പെടുത്താൻ പറ്റും. ഫാദിലിന്റെ അതിൽ മാറ്റത്തുണ്ട്. അദ്ദേഹം ഒരു വിപ്ലവകാരിയായ എഴുത്തുകാരനൊക്കെ ആയിരുന്നു. സുൽത്താൻ സലാഹുദ്ദീൻ അൽ അയ്യൂബിയുടെ മന്ത്രിയൊക്കെ ആയിരുന്നല്ലോ അദ്ദേഹം. അപ്പം ഇത് ഈ 4 തബക്കകൾ മനസ്സിലാക്കണം. 4 തബക്കകളുടെ ഇമാമുമാരെയും ഒന്ന് പറഞ്ഞു വെക്കുന്നത് നന്നാവും. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിക്ക് അറിഞ്ഞു വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതൊക്കെയാണ്. നമ്മുടെ ഹസനിയത്തിന്റെ താരീഖൊക്കെ പോലുള്ള താരീഖുൽ അദബിന്റെ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളിൽ ഇതിന്റെ ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് ഒക്കെയും കാണാൻ പറ്റും. ഇതെല്ലാം കൂടി ഇപ്പൊ പറയുക എന്നുള്ളത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ ഏരിയയുമായി അബ്ബാസി ഏരിയയുമായി ബന്ധപ്പെട്ടെന്നല്ല, അബ്ബാസി ഏരിയയിലെ റസാഇൽ ഖിസസുമായി ബന്ധപ്പെട്ട ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. അപ്പൊ അതെങ്ങനെയൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ ഏരിയക്ക് ഫോക്കസ് നൽകണം, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ക്വസ്റ്റ്യൻസ് കാണിക്കും. ഇതിന്റെ ആൻസർ ABCD ഓപ്ഷൻ ഏതാണ് ശരിയെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് അയക്കുക. എല്ലാവരും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. തെറ്റോ ശരിയോ എന്നുള്ളതല്ല, നമ്മളെ മനസ്സിലായ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഖുതില അദീബുൻ ബിയദി വാലിൽ ബസ്വറ ഫി അയ്യാമി ജഅഫരിൽ മൻസൂർ അൻഹുവ. ഓക്കെ, അപ്പൊ എല്ലാവരും ഓപ്ഷനിൽ ഇത്തിഫാഖായിട്ടിരിക്കാല്ലേ. അപ്പൊ അത് വളരെ കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബസറയുടെ ഭരണാധികാരിയായിരുന്ന സുഫിയാൻ ബിൻ മുആവിയത്ത് ബിൻ യസീദ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇബ്നു മുഖഫലിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മഖ്തൽ, അദ്ദേഹത്തിന്റെ വധവുമായി ബന്ധപ്പെട്ട, അന്ത്യവുമായി ബന്ധപ്പെട്ട ഏരിയയിൽ നമ്മളെല്ലാവരും വായിക്കുന്ന ഒരു സംഗതിയാണ്. ഈ സുഫിയാൻ ബിൻ മുആവിയത്ത് ബിൻ യസീദുമായി ഇദ്ദേഹം നിരന്തര കലഹത്തിലായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തെ സമക്ഷത്തിൽ തന്നെ അദ്ദേഹത്തെ പരിഹസിക്കുകയും അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് പലതും പറയുകയും അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായ ബഹുമാനം കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന പ്രവണത ഇബ്നു മുഖഫൈൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ഭരണാധികാരിയാണ്. ആ നിലക്ക് ഇദ്ദേഹത്തോട് പ്രതികാരം തീർത്തത് കൊന്നുകൊണ്ടായിരുന്നു. അപ്പൊ ഇവർ തമ്മിലുള്ള ഖിലാഫത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകളും മറ്റുമൊക്കെ കാണാൻ പറ്റും. അതിലേക്കൊന്നും നമ്മൾ ഇപ്പം പോകുന്നില്ല. ഏതായിരുന്നാലും ഈ ഒരു പോയിന്റ് നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കുക. ഇബ്നു മുഖഫൽ കൊല്ലപ്പെട്ടതാണ് എന്നുള്ള ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കണം. മറ്റൊന്ന്, ഇദ്ദേഹം കൊല്ലപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ കാരണത്താൽ, ഈ ബസ്രയുടെ ഗവർണറായിരുന്ന സുഫിയാൻ ബിൻ മുആവിയയിലൂടെയാണ്, അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെയാണ് കൊല്ലപ്പെട്ടത്. അത് തന്നെ അബൂ ജഅഫറുൽ മൻസൂർ ഖലീഫ എന്ന് പിന്നെ അബൂ ജഅഫറുൽ മൻസൂർ ആയിരുന്നു. അബ്ബാസി കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ, ശരിക്കും പറഞ്ഞ സഫാഹാണ് അബ്ബാസി പിന്നെ ദൗലത്ത് സ്ഥാപിച്ചതെങ്കിലും അതിന്റെ യഥാർത്ഥ ഒരു പിന്നെന്താ പറയുക, ഒരു അബ്ബാസി ഭരണകൂടത്തിന് ഒരു സ്ഥിരത ഉണ്ടാക്കി കൊടുക്കുന്നതും അതിന്റെ ഒരു പൂർണ്ണമായ തേസീസ് ഉണ്ടാക്കുന്നത് പിന്നീട് വന്ന 2ാം അബ്ബാസി ഭരണാധികാരിയായിട്ടുള്ള അബൂ ജഅഫർ മൻസൂറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ 2ാം ഭരണാധികാരിയായിട്ടുള്ള അബൂ ജഅഫർ മൻസൂറിന്റെ കാലഘട്ടത്തിൽ ഓരോ പ്രവിശ്യകൾക്ക് വാലികൾ ഉണ്ടാകും. അപ്പൊ ബസറയിൽ അന്നത്തെ വാലിയായിരുന്നു അദ്ദേഹം. പിന്നെ ഇബ്നു മുഖഫക്ക അവിടെയായിരുന്നു ജീവിച്ചിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതില് കൊല്ലപ്പെട്ട ഒരാളും കൂടി ഉണ്ട്. ആരാണെന്ന് പറയാം? ഈ ഓപ്ഷനിൽ മഖ്തൂലായിട്ട് മുത്തനബിയാണ്. പിന്നെ എനിക്ക് തോന്നുന്ന കഴിഞ്ഞ സെഷനിൽ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു തോന്നുന്നുണ്ട്. മുത്തനബി കൊല്ലപ്പെടാനുണ്ടായ കാരണം അദ്ദേഹത്തിന്റെ തന്നെ കവിതയാണ് അല്ലെ. ആ കവിത ഏതാണെന്നൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കും. കവിത ഏതാണ്? ആർക്കെല്ലാം ഓർമ്മ ഉണ്ടോ? ഖിർത്താസി വൽ ഖലമി എന്റെ തുടക്കം എന്തായിരുന്നു?
റംഹി വൽ ഖിർത്താസ് വൽ ഖലമി എന്നൊക്കെ ഒരു ബൈത്തല്ലേ? ബൈദ താരിഫ്. അൽഹൈലു വല്ലൈലു വൽ ബൈദാഉ. ആ ആ അല്ലൈലു. അതിന്റെ തുടക്കം എന്തായിരുന്നു? മുത്തനബിന്റെ മറ്റേ ആ ഇത് വാഹിറ കൽബി എന്നുള്ള ബൈത്ത്. ആ അതിന്റെ തുടക്കം അല്ലൈലു എന്നല്ലേ? അല്ലൈലു വൽ വല്ലൈലു. അൽ ഖൈലു അതന്നെ ആ ബൈത്ത്. അൽഹൈലു വല്ലൈലു വൽ ബൈദാഉ താരിഫുൻ ബൈദാഉ. വറംഹു വൽ ഖലമു വൽ ഖിർത്താസ്. ആ ബൈത്ത് തന്നെ ആ സാധനം. അദ്ദേഹത്തെ കൊന്നിട്ടുള്ളത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഫാത്തിഖുൽ അസദി. അതെ അതെ, ആ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാം. ഓക്കെ. പിന്നെ ജാഹിള് മരണപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളതും അറിയാം അല്ലെ? ഗ്രന്ഥങ്ങൾ വീണിട്ടല്ലേ? ആ അതെ അതെ, അത് ഗ്രന്ഥപാരായണത്തിലിരിക്കെ ഷെൽഫിൽ നിന്ന് ഗ്രന്ഥങ്ങൾ മുകളിലേക്ക് വീണ് പിന്നെ അദ്ദേഹം മരിക്കുന്നത്. ഓക്കെ, അടുത്തയിലേക്ക് പോകാം. അബ്ദുല്ലാഹി മുക്കഫിനെ വധിച്ചത് ആരാണ്? മനസ്സിലായില്ല. ഇദ്ദേഹത്തിന്റെ പട്ടാള സൈന്യമായിരിക്കും. പിന്നെ ഈ അതായത് അന്നത്തെ വാലി അവിടെ ആ അദ്ദേഹത്തിന്റെ കൊല്ലാൻ ഏൽപ്പിക്കുന്ന ആളുകളുണ്ടാവും, പട്ടാളമായിരിക്കും. അങ്ങനെ പ്രത്യേകം ഒരു വ്യക്തിയെ സൂചിപ്പിച്ചതായിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ സൈന്യമായിരിക്കും. ഓക്കെ. ഇനി അൽ മുഅസ്സിസുൽ അവ്വൽ ബിൽ ഫൽസഫൽ ഇസ്ലാമി. ഇനി മുകളിൽ കാണുന്നത് പിന്നെ HSST 2023 കാണുന്നത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. അത് നമ്മള് സ്ലൈഡ് മാറ്റിയ സമയത്ത് അത് മാറ്റാൻ വിട്ടുപോയതാണ്, അത് നോക്കണ്ട. പിന്നെ അൽ മുഅസ്സിസുൽ അവ്വൽ ബിൽ ഫൽസഫത്തിൽ ഇസ്ലാമിയ ആരാണ് എന്നാണ് ചോദ്യം. എ കാണുന്നുണ്ട്, സി കാണുന്നുണ്ട്, ഡി കാണുന്നുണ്ട്. പല അഭിപ്രായങ്ങളാണ് അല്ലെ? അപ്പൊ ഇത് പ്രത്യേകം നോക്കേണ്ടത് ലിൽ ഫൽസഫ അൽ ഇസ്ലാമിയ എന്നുള്ള പദം ഇവിടെ വളരെ നോട്ടബിൾ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അൽ ഫാറാബി തന്നെയാണ് ഫൽസഫ ഇസ്ലാമിയയുടെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത്. അൽ മുഅല്ലിമു സാനി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അൽ മുഅല്ലിമുൽ അവ്വൽ അരിസ്റ്റോട്ടിലാണെന്ന് അറിയാമായിരിക്കും. അപ്പൊ ഫാറാബി ചെയ്തിട്ടുള്ള ഒരു സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരിസ്റ്റോട്ടിലിയൻ ഫിലോസഫിയെ, ലോജിക്കൽ റീസണിങ്ങും മറ്റുള്ള സാങ്കേതികയൊക്കെ, മന്തിക്കിനൊക്കെ ഇസ്ലാമിക ലോകത്ത് പരിചയപ്പെടുത്തുകയും അതിനെ പിന്നെ ആ നിലക്ക് ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അൽഫാറാബി. മൈക്ക് അൺമ്യൂട്ട് ആകുന്നത് ശ്രദ്ധിക്കണം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിൽ പറയപ്പെട്ട എല്ലാവരും ഫലാസിഫ തന്നെയാണ്. അൽകിന്ദി ഇവരിൽ ആദ്യത്തെ ഫൈലസൂഫാണ്. അദ്ദേഹം ഫൈലസൂഫുൽ അറബ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഇബ്നു റുഷ്ദ് വളരെ പ്രധാനിയാണ്. അദ്ദേഹം കേവലം ഒരു ഫിലോസഫർ എന്നുള്ളതല്ല, അദ്ദേഹം ഒരു പൊളിമാത്ത് ആയിരുന്നു. പൊളിമാത്ത് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ജ്ഞാനമീമാംസകളിൽ വളരെ ആഴത്തിലുള്ള അവഗാഹമുള്ള ആളായിരുന്നു. പ്രത്യേകിച്ച് ഫിഖ്ഹിൽ അദ്ദേഹം, ഇസ്ലാമിക് ഫിഖ്ഹിൽ അദ്ദേഹത്തിന് വലിയ അറിവുണ്ടായിരുന്നു. അദ്ദേഹം ഖാദിൽ ഖുദാത്തായിരുന്നു. അദ്ദേഹം അന്ദുലുസിയാണ്, അതായത് നിലവിലെ സ്പെയിനിൽ. അൽ ഫാറാബി പിന്നെ ഏതായാലും അറിയപ്പെട്ട ആളാണ്. ഇബ്നു സീന ഇതുപോലെ ഒരു പൊളിമാത്തായിരുന്നു അദ്ദേഹം. പിന്നെ തിബ്ബിൽ അദ്ദേഹത്തിന്റെ അൽ ഖാനൂൻ ഫി തിബ്ബൊക്കെയും അറിയപ്പെട്ടതാണ്. അദ്ദേഹം ഫിലോസഫർ ആയിരുന്നു. അങ്ങനെ വ്യത്യസ്ത ഡിസിപ്ലിനുകളിൽ വലിയ അവഗാഹമുള്ള ആളായിരുന്നു. നമുക്ക് അടുത്തയിലേക്ക് പോകാം. സ്ക്രീൻ പോയോ? ഇല്ലല്ലോ, സ്ക്രീൻ കാണുന്നുണ്ട്. ഇംതദ്ദ ഖിലാഫത്തുൽ മുതവക്കിൽ അൽ അബ്ബാസി ഇല ഡാഷ്. എത്ര വർഷക്കാലമാണ് മുതവക്കിലിന്റെ ഭരണം നീണ്ടു നിന്നിട്ടുള്ളത്? ഒക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. എത്ര വർഷമാണ് എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ആൻസർ ചെയ്യാൻ പറ്റും. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള വിവരങ്ങളാണ് ഇതൊക്കെ. 15 വർഷക്കാലമാണ് മുതവക്കിലിന്റെ ഭരണം നിലനിന്നിട്ടുള്ളത്. ഏത് വർഷം മുതലാണെന്ന് അറിയാമോ? ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ ഭരണം ഹിജറ പറയണ്ട, ആരെങ്കിലും പറയണ്ടെങ്കിൽ പറയട്ടോ. ഹിജറ 232 മുതൽ 247 വരെ. അത് പ്രസ്താവിതം 847 മുതൽ 861 മുതൽ വരെ.
ആ ഒരു സമയത്താണ് അദ്ദേഹം അബ്ബാസി ഖലീഫയായിട്ട് ഭരണം നടത്തിയിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഇത് തുടങ്ങുന്നത് സാമുറ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അന്ന് പിന്നെ അബ്ബാസി ആസിമ ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം അത് ഡമസ്കസിലേക്ക് മാറ്റാൻ ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് മുഹീസുന്ന എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് മുത്തവക്കില് മുഹീസുന്ന എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? പറഞ്ഞു വെക്കുന്ന മുത്തവക്കിൽ മുഹീസുന്ന എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ അദ്ദേഹം ജയിൽ മോചിതനാക്കി എന്നുള്ള കാരണത്താൽ അദ്ദേഹം അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആശയധാരക്ക് കൂടുതൽ പ്രാമുഖ്യം കൽപ്പിക്കുകയും ഷിഈ വിഭാഗത്തിനെതിരെ ശക്തമായി പോരാടുകയും ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു മുത്തവക്കിൽ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നതൊക്കെ നല്ലതാണ്. നമ്മുടെ ബുഖ്തരിയെ കേട്ടിണ്ടാവും. മുത്തവക്കിലിന്റെ കാലഘട്ടത്തിൽ ആസ്ഥാന കവിയായിരുന്നു. മുത്തവക്കിലിന്റെ കൊട്ടാരത്തെയും അദ്ദേഹത്തിന്റെ കൊട്ടാര മുമ്പിലുള്ള പിന്നെ ഈ ഗർക്കത്തിനെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് കവിത എഴുതി നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, സാഹിബു കിതാബി കലീലാവതി. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലെ, ഇതറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇങ്ങനത്തെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. കേട്ടറ്റിന് വന്നിട്ടുള്ളതാണ്, കാറ്റഗറി 4 വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. നമ്മള് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേട്ടറ്റും സെറ്റും നെറ്റും ഒക്കെ കിട്ടുന്ന ഉറപ്പാണ്. ഓക്കെ, നമുക്ക് അടുത്തയിലേക്ക് പോകാം. തർജമ ഇബ്നുൽ മുഖഫഅ ഖലീല വദിന്ന മിൻ ഡാഷ് ഇലൽ അറബിയ. ഏത് ഭാഷയിൽ നിന്നാണ് അറബിയിലേക്ക് ഇബ്നു മുഖഫഅ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്? ഇതിന്റെ മൂലഭാഷ ഏതാണെന്നല്ല ചോദിച്ചിട്ടുള്ളത്, അറബിയിലേക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ്. പഹ്ലവി ഭാഷ, അതായത് പേർഷ്യൻ ഭാഷയുടെ ഒരു ഉപഭാഷയായിരുന്നു പഹ്ലവി ഭാഷ. ആ ഭാഷയിൽ നിന്നാണ് ഇബ്നു മുഖഫഅ പിന്നെ അറബിയിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ ഇതിന്റെ മൂലഭാഷ പഹ്ലവി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് സംസ്കൃത ഭാഷയിൽ നിന്നായിരുന്നു. അപ്പോ സംസ്കൃത ഭാഷയാണ് ഇതിന്റെ മൂല സ്രോതസ് ഭാഷ എന്നുള്ളത് മനസ്സിലാക്കാം. അതിൽ നിന്ന് പിന്നെ ബർസവൈഹി, പിന്നെ ഹബീബ് ബർസവൈഹിലെ അദ്ദേഹമല്ലേ പഹ്ലവിയിലേക്ക് ആക്കുന്നു. അപ്പൊ അടുത്തയിലേക്ക് പോകാം. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പൊ ഇബ്നു മുഖഫഅ, ജാഹിദ്, ഖാദിൽ ഫാദിലി, ഇബ്നുൽ അമീൻ തുടങ്ങിയിട്ടുള്ള എഴുത്തുകാരുടെയൊക്കെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റണം. ഇതിൽ ജാഹിലിന്റെ കിതാബ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അൽ ബുഖലാ ജാഹിദിൻ്റെതാണ്. അൽ ബയാനു വത്തബീൻ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ഗ്രന്ഥമാണ്. കിതാബുൽ ഹൈവ ഇതൊക്കെയും അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് തന്നെയാണ്. അൽ ഉംദ അദ്ദേഹത്തിൻ്റെതല്ല. ഉംദ ആരുടേതാണെന്ന് ഓർക്കുന്നുണ്ടോ? ഗുഡ്. ഇബ്നു റഷീഖ് അൽ ഖൈർവാനിയുടെ നഖദിലുള്ള ഗ്രന്ഥമാണ് അൽ ഉംദ. അപ്പൊ അത് ഉംദ ഖൈർവാനിൻ്റെതാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഏതായാലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അടുത്തയിലേക്ക് പോവാം. ഞാനിതൊന്നും വിശദീകരിക്കുന്നില്ല, കാരണം നമ്മുടെ പരമാവധി ക്വസ്റ്റ്യൻസ് കാണിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ലക്ഷ്യം. കാന ഡാഷ് മിൻ അലാമിൽ മുഅ്തസില. ഇതിലും മുഅ്തസിലത്തിന്റെ നേതാക്കളിൽപ്പെട്ട ആള് ആര് എന്നതാണ് ചോദ്യം. മഹ്മൂദ് തൈമൂർ, യൂസുഫ് ഷാറൂനി, ജാഹിൽ, യഹ്യ ഹഖി. ഓക്കെ, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഓപ്ഷൻ സി അൽ ജാഹിൽ. ജാഹിൽ മുഅ്തസിലി പ്രമുഖനായിരുന്നു. മുഅ്തസിലി മദ്ഹബിന്റെ പ്രമുഖനായിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. ജാഹിലിനെ കുറിച്ചൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം എന്തായാലും മൂപ്പരെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അത്രയധികം അറബി ഭാഷക്കും ഒക്കെ വലിയ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ് ജാഹിൽ. ഖാന ഉസ്താദ അസ്രിഹി യുൽഖി ദുറൂസഹു അലൽ ആലമിൽ അറബി ബിഅസ്രിഹി മിൻ മുഅല്ലഫാതിഹി അൽ ബയാൻ വത്തബീൻ. ധാരാളം
കഴിഞ്ഞ ആ, ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ് ജാഹില. സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവുക. ഇത് കാറ്റഗറി 3 ആയിരുന്നു. അൽ മുത്തർജിമുൽ മഷ്ഹൂർ അബ്ദുല്ലാഹി ഇബ്നുൽ മുഖഫ ഇഷ്തഹറ ബി കിതാബി താജുൽ അറൂസ് മുറൂജ് ദഹബ് അൽ ബയാൻ വത്തബിൻ ഖലീലാവതി. ഓക്കെ, ഖലീലാവതി. അപ്പൊ ബാക്കിയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ആരുടേതാണ്? താജുൽ അറൂസ് ആരുടേതാണ്? പറയൂ. അഹമ്മദ് അമീന്റേതാണോ? സുബൈദിയുടെ കാമൂസ്, ജുബൈദിയുടേതാണ്. കാമൂസ്, ഫൈറൂസാബാദിയുടെ ആ, കാമൂസുൽ മഹീത്തിന്റെ ഷറഹ്. അതെ അതെ, ഗുഡ്. മുർത്തല ജുബൈദിയുടേതാണ്. മുറൂജ് ദഹബ് ആരുടേതാണെന്ന് പറയാൻ പറ്റുമോ? അതെ, മസൂദിയുടേതാണ്. പ്രസിദ്ധമായ ചരിത്ര ഗ്രന്ഥമാണ്. അൽബയാനത്തിൽ നമ്മൾ പറഞ്ഞു, ഖലീലാവുദ്ദീൻ ബിൻ മുഖഫ. അപ്പൊ ഇത്തരം പിന്നെ ഉമ്മഹാത്തുൽ കുത്തുബായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ആരുടേതാണെന്നും അതിന്റെ കോണ്ടന്റ് എന്താണെന്നും ഒക്കെ അറിഞ്ഞിരിക്കുക. സർ മുറൂജ് ദഹബ് ആരുടെന്നാ പറഞ്ഞത്? അത് മസൂദി, താജുൽ അറൂസ്. മുർത്തല ജുബൈദി. ഓക്കെ, മൻ മുഅല്ലിഫു അൽ ബുഖലാവ്. ഒക്കെ സിമ്പിൾ ആണ്, ജാഹിലാണ് അല്ലെ. നമുക്ക് അടുത്തിലേക്ക് പോവാം. ഇതൊക്കെ പിന്നെ കണ്ട തന്നെയാണ്. ഓക്കെ, ഹുവ അബ്ദുറഹീം അൽ ബീസാനി അൽ വസീറുൽ അദീബ്. അദ്ദേഹം അങ്ങനെയാണ് അറിയപ്പെടുന്നത്, അൽ വസീറുൽ അദീബ് എന്നാണ്. മന്ത്രിയായിരുന്നു, സാഹിത്യകാരനായിരുന്നു. സാഹിബ് മൈക്ക് അൺമ്യൂട്ട് ആക്കാൻ ശ്രദ്ധിക്കണം. സാഹിബുൽ ഇൻഷാഇ വ ഷൈഖുൽ ബലാഗ വ ഇമാം. ഇമാമല്ലട്ടോ, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ഇമാം എന്നാണ് വായിക്കേണ്ടത്. വ ഇമാമുൽ മുതറസ്സിലീന ഫി അസ്രിഹി. ഓക്കെ, നിങ്ങൾ ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഖാദിൽ ഫാദിലാണ്. അബ്ദുറഹീം അൽ ബീസാനി എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹീം എന്നാണ്. അബ്ദുറഹീം. അദ്ദേഹം ആരുടെ വസീറാണെന്നൊക്കെ നമുക്ക് അറിയാം, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആരുടേതാണ്? ഓക്കെ, ഗുഡ്. സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹത്തെ കുറിച്ച് ഒരു പ്രസിദ്ധമായ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ലാ തവുന്നു അന്നി ഫതഹ്തു ഹാദിഹിൽ ബിലാദ കുല്ലഹ ബിസ്സുയൂഫ് വലാകിന്നി ഫതഹ്തുഹ ബിഖലമിൽ ഖാദിൽ ഫാദിൽ. ഞാൻ ഈ മൊത്തം നാടുകളൊക്കെയും കീഴടക്കിയിട്ടുള്ളത് വാളുകൾ കൊണ്ടല്ല, മറിച്ച് ഖാദിൽ ഫാദിലിന്റെ പേനയുടെ ശക്തി കൊണ്ടാണ്. ഒരു സാഹിത്യകാരൻ അത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന്റെ പേന കൊണ്ട് കഴിയും എന്നർത്ഥം. അപ്പൊ അത്രയധികം ഇമ്പാക്ട് ഉണ്ടാക്കിയ എഴുത്തുകാരനാണ് ഖാദിൽ ഫാദിൽ. ദറസൽ ജാഹിദു ഇൽമൻ നഹ്വി അലാ യദി ഡാഷ്. ജാഹിദ് നഹ്വ് പഠിച്ചത് ആരുടെ അടുത്തു നിന്നാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. അഖ്ഫഷിന്റെ ശിഷ്യനാണ് നഹ്വ്. അഖ്ഫഷിന്റെ അടുത്തുനിന്ന് വലിയ പ്രസിദ്ധനായ നഹ്വി പണ്ഡിതനാണ് അഖ്ഫഷ്. അദ്ദേഹത്തിൽ നിന്നാണ് നഹ്വ് പഠിച്ചിട്ടുള്ളത്. ഉലിദ ഇബ്നുൽ മുഖഫ നസ്രാനിയൻ യഹൂദിയൻ മജൂസിയൻ മുസ്ലിമൻ. അദ്ദേഹം ജന്മന, പിന്നീട് അദ്ദേഹം മുസ്ലിം ആയിരുന്നു, അതിൽ സംശയമില്ല. പക്ഷേ അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ഏത് മതത്തിലാണ് എന്നതാണ് ചോദ്യം. ഒക്കെ ഓപ്ഷൻ സി തന്നെയാണ്, മജൂസി ആയിരുന്നു അദ്ദേഹം, പിന്നീട് അദ്ദേഹം മുസ്ലിം ആയിട്ടുള്ളതാണ്. മൂസബിൻ നുസൈർ എട്ടാൻ തോന്നുന്നുണ്ട് അദ്ദേഹത്തെ മുസ്ലിം ആക്കിയിട്ടുള്ളത്, മുസ്ലിമാകാനുള്ള വഴിയൊരുക്കിയത്. ഇത് പിന്നെ ഈ ഒരു ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നെറ്റിനൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് അല്ലെ. ഇതിനിപ്പോ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ വസീർ ആരായിരുന്നു എന്നതാണ് ചോദ്യം. അത് നമ്മൾ പറഞ്ഞു അല്ലെ, ഖാദിൽ ഫാദിലാണ്. ഓപ്ഷൻ ഡി ആണ്. ലുഖിബ ബിൽ ജാഹിലിസ്ഥാനി. അങ്ങനെ ആരാണ് അറിയപ്പെടുന്നത്? ജാഹിലിസ്ഥാനി എന്ന ലഖബിൽ ആരാണ് മഷ്ഹൂറായിട്ടുള്ള ആരാണ്? ഓക്കെ, ഇബ്നുൽ അമീദ് ആണ് അല്ലെ. ഇബ്നുൽ അമീദ് ആണ്. അൽ ഉസ്താദ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ജാഹിലിസ്ഥാനി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. കാഫിൽ കുഫാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? നിങ്ങള് എല്ലാവരും ഉഷാറാണല്ലോ. ഫ്രീ കോച്ചിങ്ങിനെ കൊണ്ട് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, സാധാ നോർമൽ ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഏതായിരുന്നാലും എല്ലാവരും സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. സാഹിബിന് അബ്ബാദ് ആണ് കാഫിൽ കുഫാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഖാന സാഹിബിന് അബ്ബാദ് മിൻ കിബാരി ഉലമാഇ വ ഉദബാഇ ഡാഷ്. ഏത് വിഭാഗത്തിൽ പെട്ട പണ്ഡിതനായിരുന്നു
എന്നതാണ് ചോദിക്കുന്നത്. മുഅ്തസിലത്തായിരുന്നോ, ഖവാരിജിൽപ്പെട്ട ആളായിരുന്നോ, ഷിഈ ആയിരുന്നോ, ലാഹിരി ആയിരുന്നോ? ഓക്കെ, നിങ്ങൾ ഈ ഏരിയ ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് അല്ലെ. ഷിഈ തന്നെ ഒരുപാട്, ഇതിന്റെ കീഴിൽ തന്നെ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. ജാഫരിയത്തുണ്ട്, പിന്നെ ഈ കുറെ മദ്ഹബുകൾ അതിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇസ്നാഅശരിയ. ഇസ്നാഅശരിയയിൽപ്പെട്ട ആളായിരുന്നു ഈ സാഹിബ് ഇബ്നു അബ്ബാസ്. അപ്പോ നമുക്ക് നിർബന്ധമായിട്ടും ഒരുപാട് പേരുണ്ടാവും. അതിൽ ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്നിട്ടുള്ളത് പലപ്പോഴും വരാറുള്ളത് ഈ 5 പേരെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഈ 5 പേരെന്തായാലും ഇവരെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നിർബന്ധമായിട്ടും അറിയുക. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇവരാണ് സാധാരണ ക്വസ്റ്റ്യൻസിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. അബ്ബാസി കാലഘട്ടത്തെ നോക്കുന്ന സമയത്ത് ഈ 5 പേര് ഒരിക്കലും മറക്കരുത് എന്നർത്ഥം. അബ്ദുൽ മുഖഫ, ജാഹിൽ, ആദിൽ ഖാദിർ, ഇബ്നുൽ അമീർ, സാഹിബ് ഇബ്നു അബ്ബാസ്. അതുപോലെ തന്നെ നമ്മൾ നിർബന്ധമായിട്ടും നോക്കേണ്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും ഇത് നിർബന്ധമായിട്ടും നോക്കുക. ഖലീല വദിംന, അൽഫലൈല വലൈല, അൽ ബുഖല. ഇതിലെ കണ്ടന്റ് ആരെഴുതി, എപ്പോൾ എഴുതി എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അലിഫ് ലൈല വലൈല ആരെഴുതിയതാ? അൽഫ് ലൈല വലൈല അത് ഒരാളെ പേര്. എങ്ങനെ? ഇബ്നു മുഅ്തസ് അല്ലേ, അബ്ദുല്ലാ ഇബ്നു. ആരാണ്? ഒരാളെ പേര് പറയാൻ പറ്റുമോ? അൽഫ് ലൈല എന്നുള്ളത് അങ്ങനെ എങ്ങനെ കേൾക്കുന്നില്ല. ഇബ്നു മുഅ്തസ് എന്ന് പറഞ്ഞപ്പോഴേ ഇബ്നു മുഅ്തസ് ഖലീഫത്ത് യൗമൻ വലൈലല്ലേ? ഇത് ഗ്രന്ഥാണല്ലോ. ഈ ഗ്രന്ഥം എഴുതിയ ആളെ ഞാൻ ചോദിച്ചത്. ഇത് അങ്ങനെ ഒരാളായിട്ട് അറിയപ്പെടുന്നില്ല. ഇവര് അൽഫ് ലൈല ആര് എഴുതി? എങ്ങനെ? അത് ഇവരാണ് എഴുതിയതല്ലോ. ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആരാണ്? ഒരുപാട് പഴയകാല ഇന്ത്യൻ അങ്ങനെ പല ദേശങ്ങളിൽ നിന്നുള്ള പിന്നെ ഒരു സമാഹാരമാണ്. ശരിക്കും നമ്മളെ ഈ ജെഫ്രി ചോസറിന്റെ കാൻറ്റർബറി ടൈൽസിന്റെ ഒക്കെ ഒരാധാരം അൽഫ് ലൈല വലൈലയാണ് എന്ന് പറയാറുണ്ട്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ കൃതിയാണ് ജെഫ്രി ചോസറിന്റെ കാൻറ്റർബറി ടൈൽസ്. അതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം അത് ഈ ഒരു മോഡലിലാണ് അത് ഉണ്ടാക്കിയത്. ഇത് ആര് എഴുതിയെന്നുള്ളത് അങ്ങനെ വ്യക്തമല്ല. അതെ, വിളക്ക് അതൊക്കെ അതെ, 1001 രാവുകളാണ്. കുറെ കഥകൾ പറഞ്ഞു കൊടുത്തു. അതിപ്പോ ഈ കഥകളൊക്കെ രാത്രി അങ്ങനെ എന്തൊക്കെയാണ് കഥ പറഞ്ഞു കൊടുക്കുന്നില്ലേ അല്ലേ? അതിനെ കുറിച്ച് വിശദമായിട്ട് രാജാവിന് കഥ പറഞ്ഞു കൊടുക്കും. ഓരോ ദിവസം ഓരോ ആൾക്കാർ കഥ പറഞ്ഞു കൊടുക്കും. ഷെഹർസാദ് എന്ന പേർഷ്യൻ രാജാവിന് പറഞ്ഞു കൊടുത്ത 1001 രാവുകളുടെ കഥയാണ്. കാൻറ്റർബറി ടൈൽ അങ്ങനെയാണ്. കാൻറ്റർബറി ടൈൽ അതിന്റെ തന്നെ കഥയില്ലേ? അവരെ മകള് പറഞ്ഞു കൊടുത്തത് കൊല്ലാതെക്കാൻ വേണ്ടിട്ട് ഓരോ ദിവസം ഓരോ മകള് കാൻറ്റർബറി ടൈൽ തന്നെ കരബദ്ധൂല്ലേ? അല്ലല്ല, കാൻറ്റർബറി ടൈൽ അല്ല. കാൻറ്റർബറി ടൈൽ പറഞ്ഞാല് അവര് പിന്നെ തോമസ് ബക്കറ്റിന്റെ പിന്നെ ഒരു ഷ്രൈൻ വിസിറ്റ് ചെയ്യാൻ പോകുന്ന, അക്ബറ സിയാറത്ത് ചെയ്യാൻ പോകുന്ന സമയത്ത് അവരൊരു പിന്നെ സത്രത്തിൽ ഒരുമിച്ച് കൂടുകയും അവിടുന്ന് കൂട്ടമായിട്ട് യാത്ര പോവുകയും ആ യാത്രയിൽ അവിടെ എത്തുന്നവരേക്കും യാത്രാമുഷിപ്പില്ലാതിരിക്കാൻ പരസ്പരം പറഞ്ഞിട്ടുള്ള കഥകളുടെ സമാഹാരം പിന്നീട് ജെഫ്രി ചോസർ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെതായ പൊടിപ്പും തനലൊക്കെ വെച്ചിട്ട് അതാണ് പിന്നെ കാൻറ്റർബറി ടൈൽസ് ആയി മാറിയത്. അത് ഇതിന്റെയൊക്കെ എത്രയോ ശേഷം വന്നാണ്, ഈ അടുത്ത കാലത്ത് വന്നു. അപ്പോ അഹമുർ റസായില് നമ്മൾ നോക്കേണ്ട റിസാലകള് റിസാലത്തുൽ സ്വഹാബ, റിസാലത്തുൽ ജാഹിദ്, റസായിൽ ഇബ്നുൽ അമീദ്, റസായിൽ സാഹിബ് ഇബ്നു അബ്ബാദ്, റസായിലുൽ ഖാദിൽ ഫാദിൽ, ഇതൊക്കെയാണ് നോക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുണ്ടായിരുന്നത്. ചർച്ചയിലുടനീളം വളരെ ആക്റ്റീവായിട്ട് ഇന്ററാക്ഷൻ നടത്തിയിട്ടുള്ള പ്രിയ സുഹൃത്തുക്കൾക്ക് നന്ദി നേരുന്നതോടൊപ്പം വിജയാശംസകളും നേരുന്നു. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ വ അതമന്നാ ലക്കും ഗദൻ നഫർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.